ഹലോ ഗായ്സ്, അപ്പോൾ കുറച്ച് ബീഫ് കിട്ടി. അപ്പോൾ അത് നമുക്ക് കറിയാക്കാനുള്ള സെറ്റപ്പിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ കഴുകി വാരി നല്ല വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ട പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാവരും മാറ്റി വെക്കണം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വേവിക്കാനും കുറച്ച് താളിക്കാനും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് താളിക്കാനുള്ളതും വേവിക്കാനുള്ളതും മാറ്റിയതിന് ശേഷം ഞാൻ ഇത് ചതച്ചെടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബീഫിലൊക്കെ നല്ലോണം കയറി ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ലേശം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ തിരുമ്പി ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ ഞാൻ വേവിക്കാനായിട്ട് കുക്കറിലിടുന്നത്. ഒരു 5-8 വിസിൽ കേട്ടതിന് ശേഷം മാറ്റി പിന്നെ എന്താ പറയുക, അത് താളിക്കാനുള്ള പരിപാടിയാണ്. നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ബീഫ് മസാല, മുളക് പൊടി ഇതൊക്കെ കഴിക്കും. എന്നിട്ട് ഞാൻ തക്കാളി ഇട്ട് ഇതായതിനു ശേഷം നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ ഗ്രേവിയില്ലേ അതിട്ട് ഒഴിക്കും ഞാൻ. അതിന് ശേഷം ഒന്ന് ഒരു വൈറ്റ് ആയതിനു ശേഷം ഒന്ന് ബീഫ് അതിലോട്ട് നല്ല ഒരു